إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ഉള്ളവരെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാനെ വിളിച്ചു ചോദിച്ചു, സൗബാൻ, തഗയ്യറ വജ്ഹുക്, നിന്റെ മുഖം ആകെ മാറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോ സങ്കടം കാരണത്താൽ, വലിയ ദുഃഖഭാരം കാരണത്താൽ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിളറിപ്പോവുകയും അദ്ദേഹം ആകെ ക്ഷീണിച്ചു പോവുകയും ചെയ്തിരിക്കും. കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കുകയും ചോദിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ബി മിൻ വജഇൻ വലാ മറദ്, എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രയാസങ്ങളോ ഒന്നുമില്ല. അതൊന്നുമല്ല എന്റെ പ്രശ്നം. ഗൈറ അന്നി ഇദാ ലം അറക ഇസ്തൗഹശ്തു വഹ്ശതൻ ശദീദൻ ഹത്താ അൽഖാക. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ കുറച്ചു ദിവസം കാണാതിരുന്നാൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്. ആ സങ്കടം കൊണ്ട്, ആ പ്രയാസം കൊണ്ട് ഞാൻ ആകെ ദുഃഖിച്ചു പോകും. മാത്രമല്ല, ഞാൻ ആലോചിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കും. പക്ഷേ അങ്ങാകട്ടെ ഇല്ലിയീൻ, വലിയ അമ്പിയാക്കളുടെ കൂടെ ഉന്നതങ്ങളിലായിരിക്കും, സ്വർഗത്തിന്റെ മുകളിലെ പദവിയിലായിരിക്കും. ഈ പാവപ്പെട്ടവൻ സ്വർഗത്തിന്റെ താഴെ തട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കും. സ്വർഗത്തിലെത്തിയാലും അങ്ങയെ കാണാത്ത അവസ്ഥ എനിക്കുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതാലോചിച്ച് സങ്കടപ്പെട്ടതാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ ഞാനെങ്ങാനും നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ വീണുപോയാൽ ഒരിക്കലും അങ്ങയെ എനിക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടതാണ് എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മൗനം പാലിച്ചു, അവിടുന്ന് മിണ്ടാതിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ഇറങ്ങുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം من النبيين والصديقين والشهداء والصالحين
ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അവരുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകെട്ടാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹുവിന് ഓതി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ പാഠമുള്ള ഒരു സംഭവമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിനുണ്ടായിരുന്ന ആഴമേറിയ സ്നേഹം ഈ സംഭവം നമ്മളെ അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആർക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടത്, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊള്ളട്ടെ. എങ്കിൽ മാത്രമാകുന്നു ആ റസൂലുള്ളാഹിയുടെ സുഹബത്ത് അവന് നേടിയെടുക്കാൻ സാധിക്കുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ശേഷം എന്നെ കാണാൻ കൊതിക്കുന്ന എന്റെ അനുയായി വൃന്ദങ്ങൾ ധാരാളം വന്നെത്തും. അവർക്ക് എന്നെ കാണാൻ വലിയ കൊതിയായിരിക്കും. അവരുടെ മുഴുവനും സമ്പത്ത്, അവരുടെ കയ്യിലുള്ളത് മുഴുവനും ചെലവഴിച്ചാലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവർ കൊതിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കൊതിക്കാത്ത, അവിടുത്തെ സുഹബത്ത് ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്? അത് നേടണമെങ്കിൽ നമ്മൾക്ക് ചില ക്വാളിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾക്ക് ഒരു നിലവാരം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാണ് സാധിക്കുക? അവിടുത്തോട് വെറുപ്പ് വെച്ച് പുലർത്താൻ, അവിടുത്തോട് ചെറിയ രീതിയിലെങ്കിലും ഒരു അണുമണി തൂക്കമെങ്കിലും വെറുപ്പുണ്ടാകാൻ ആർക്കാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ കടുത്ത രോഗം ബാധിച്ചവർക്കല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പിന്നെ നമ്മൾ കഴിക്കുന്ന ചിരങ്ങ അത് വലിയ ഇഷ്ടമായിരുന്നു, യഖ്തീൻ. അപ്പൊ എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമായിരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളത് സ്വഹാബത്ത് ഇഷ്ടപ്പെടുന്നു. ഭൗതികമായ ദീനിയ ഒരു കാര്യമല്ല. അതായത് ആ ഭക്ഷണം ഇഷ്ടപ്പെടുക, അത് കഴിക്കാന്നുള്ളത് പ്രത്യേകം ഇബാദത്തൊന്നുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നില്ല. അവിടുന്ന് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടതാണ്. അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ സ്വഹാബത്ത് മുന്നിട്ട് നിന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയുകയാണ്, മാ മിൻ ലൈലത്തിൻ തമുറു അലയ്യ ഇല്ലാ വഅറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അറാ ഫീഹാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജീവിതത്തിൽ ഒരു രാവ് പോലും കടന്നു പോയിട്ടില്ല, അപ്പോഴെല്ലാം ഞാൻ ഉറങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാവും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ കടന്നു വരാറുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശദീകരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയുടെ ഉദാഹരണമാണ്. ഇതുപോലെയാണ് അനേകം ലക്ഷോപലക്ഷം സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് മരണം സന്നിഹിതരായപ്പോൾ, മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസുഹ്ബ, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസുഹ്ബ. ഞാനിതാ നാളെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോവുകയാണ്. അവിടുത്തെ ഉന്നതരായ സഹാബത്തിനെ, മുമ്പേ കടന്നുപോയ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും, അവരെയൊക്കെ കാണാൻ ഞാൻ പോവുകയാണ് എന്ന് മരണത്തിന്റെ കവാടത്തിന് മുന്നിൽ നിൽക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു ചിരികൊണ്ട് സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഇതാകണ് ഓരോ സ്വഹാബിയുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ ഇത് തന്നെയേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇത്രയേറെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിരിക്കെ നമുക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? നോക്കൂ നിങ്ങൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിയുടെ ഖബറടക്കിയ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, അവിടുത്തെ ഖബറടക്കിയതിനു ശേഷം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനസേ, അവിടുത്തെ ശരീരത്തിലേക്ക് മണലെടുത്തെറിയാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? നിന്റെ കൈകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് മണലിടാൻ
നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യമുണ്ട്. നോക്കൂ നിങ്ങൾ, അവരുടെ സ്നേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഇനെ വിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കേവലം വൈകാരികതയായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഖബറടക്കാൻ ഒരൊറ്റ സ്വഹാബിയും നിൽക്കുമായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് അവിടുത്തെ ശരീരത്തിലേക്ക് മണ്ണ് വീഴുക എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്പിയാക്കൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ ഖബറടക്കണം. ആ ഇത്തിബാഅനാണ് അവർ മുൻതൂക്കം കൊടുത്തത്. ആ ഇത്തിബാഅാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന അവിടുത്തെ മാതൃകയാക്കുക എന്നതിനാണ് സ്നേഹത്തെക്കാൾ ആ സ്നേഹമായി അവർ കണ്ടത് ഇത്തിബാഅാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഏതൊരു മുസ്ലിമിനാണ് സാധിക്കുക? സഹോദരങ്ങളെ, മഹാന്മാരായ താബിഈകൾ, തബഉൽ അത്ബാഅ്, അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിച്ചതിന്റെ ചരിത്രം എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടത് ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയാൻ ഇമാം മാലിക് ഒരുമ്പെട്ട് വന്നാൽ, തയ്യാറായി വന്നാൽ അദ്ദേഹം കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. നല്ല സുഗന്ധം പൂശി അദ്ദേഹം വരും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയാൻ തുടങ്ങിയാൽ അവിടുത്തെ ഇമാം മാലിക്കിന്റെ മുഖം വിളറിപ്പോകും. ഇമാം മാലിക് വളരെ ഭയഭക്തിയോടെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ തല കുമ്പിടപ്പെടുകയും വളരെ വിളറിയ മുഖത്തോടുകൂടിയായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ഉദ്ധരിച്ചിരുന്നത് എന്ന് ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ആളുകൾ, ശിഷ്യന്മാർ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ ഇത്രയേറെ പേടിച്ചു വിറക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഇത്രയേറെ വിളർച്ച ബാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം മാലിക് പറഞ്ഞ വളരെ മനോഹരമായ ഒരു മറുപടി ഉണ്ട്. കുന്തു ആതി, നിങ്ങൾ ലൗ റഅയ്തും മാ റഅയ്തു മാ അൻകർതും അലൈ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഈ അവസ്ഥയെ നിങ്ങൾ ഒരു മോശമായി കാണുമായിരുന്നില്ല. കുന്തു ആതി മുഹമ്മദ് ബിനുൽ മുൻകദിർ, എന്റെ ഉസ്താദുമാരുടെ അടുക്കൽ ഞാൻ പോകുമായിരുന്നു. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ താബിഈൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോകുമായിരുന്നു. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ നേതൃഗുണമുള്ള നേതാവായി അദ്ദേഹത്തെ എനിക്ക് എണ്ണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഹദീസുകൾ പറഞ്ഞു തരും. അദ്ദേഹം കരഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു യർഹമുക്, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഹദീസ് പറയുമ്പോൾ തന്നെ കരഞ്ഞു പോകുന്ന താബിഈയായ മുഹമ്മദ് ബിനുൽ മുൻകദിറിനെ, ഉസ്താദിനെ ഇമാം മാലിക് ഓർമ്മിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകുന്തു ആതി ജഅഫർ ബിൻ മുഹമ്മദിൽ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയെ അടുക്കൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം പുഞ്ചിരിക്കുന്ന സന്തോഷമുള്ള മുഖത്തിന്റെ ഉടമയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നിറം മാറിപ്പോകുമായിരുന്നു. ഞാൻ സഫ്വാൻ ബിൻ സലീം, ഉസ്താദുമാരുടെ പേര് പറയുകയാണ്, ഞാൻ എന്റെ ഉസ്താദ് സഫ്വാൻ ബിൻ സലീം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകുമായിരുന്നു. അദ്ദേഹം ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആബിദായ ഒരാളായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അവിടുത്തെ മുന്നിൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം കരഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു. കരച്ചിൽ നിർത്താതെ, അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ സാധിക്കാതെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കും, എന്തെങ്കിലും പറയുമോ, പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മുന്നിലുള്ള ആളുകൾ പിരിഞ്ഞു പോകുന്നത് വരെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. വകുന്തു ആതി ആമിർ ബിൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ മകൻ ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോകുമായിരുന്നു. വകാന ഇദാ ദുകിറ ഇൻദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി ഹത്താ ലാ യബ്ഖാ ഫീ ഐനിഹി ദുമൂ, കരഞ്ഞു കണ്ണുനീര് വറ്റുമാറ് മഹാനായ ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി കരയുമായിരുന്നു. വകാന ഖാലിദ് ബിൻ മഅദാൻ റഹിമഹുല്ലാഹ്,
ഖാലിദ് ബിൻ മഅദാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഓരോ രാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാതെ ഓർമ്മിക്കാതെ അദ്ദേഹം വിട്ടുപോയിരുന്നില്ല. അദ്ദേഹം തന്റെ വെറുപ്പിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശേഷം പറയുമായിരുന്നു, ഹും അസ്ലി വ ഫസ്ലി വ ഇലൈഹിം യഹിന്നു ഖൽബി. അവരാകുന്നു എന്റെ അടിത്തറ, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അവരാകുന്നു എന്റെ മടക്കസ്ഥാനം. വ ഇലൈഹിം യഹിന്നു ഖൽബി, അവരിലേക്കാകുന്നു എന്റെ ഹൃദയം സ്നേഹത്തോടെ തുടിക്കുന്നത് എന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുമായിരുന്നു. ഇലൈഹിം ഷൗഖി, അവരിലേക്കാകുന്നു എന്റെ ഇഷ്ടം എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. ഈ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും മാതൃകയാക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ, അവിടുത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ റസൂലിനെതിരെ അനക്കപ്പെടുന്ന ഒരു ചെറുവിരൽ കാണുമ്പോൾ പോലും, ഓരോ വാക്കും ഓരോ നോട്ടവും ഓരോ എഴുത്തും കാണുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെതിരെയുള്ള വാക്കുകളും നോട്ടങ്ങളും എഴുത്തുകളും വായിക്കാനും കേൾക്കാനും എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മുസ്ലിമിന് സാധിക്കുക? പ്രിയമുള്ളവരെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ നോക്കൂ നിങ്ങൾ. സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ലോകത്ത് കോടാനുകോടി മുസ്ലിമീങ്ങളും മാത്രമാണോ റസൂലുള്ളാഹിയെ സ്നേഹിച്ചത്? അല്ലല്ലോ. മൃഗങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ലേ? ഇദാ സഫീന റളിയല്ലാഹു അൻഹു, മഹാനായ സഫീന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കപ്പലിൽ യാത്ര ചെയ്ത് ഒരു ദ്വീപിൽ അകപ്പെടുകയാണ്. കപ്പലിൽ പോയി ഒരു ദ്വീപിൽ അകപ്പെടുകയാണ്. അവിടെ ധാരാളം സിംഹങ്ങളുള്ള ഒരു ദ്വീപായിരുന്നു. സഫീന റളിയല്ലാഹു അൻഹു ദ്വീപിലൂടെ നടക്കുമ്പോൾ ഒരു സിംഹം മുന്നിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അന സഫീന മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സഫീനയാണ് ഞാൻ എന്ന് സിംഹത്തിന്റെ മുഖത്ത് നോക്കി മഹാനായ സഫീന റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ആ സിംഹം ഒന്ന് മുരളുകയും തലകുനിക്കുകയും സഫീന റളിയല്ലാഹു അൻഹുവിനെ ദ്വീപിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴെല്ലാം മഹാനായ ഹസൻ ഇബ്നുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് മഹാനായ താബിഈ ഹസനുൽ ബസരി കരയുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഒരു മൃഗത്തിന് പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ഇത്രയേറെ ബഹുമാനവും സ്നേഹവും ഉണ്ട് എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവനുള്ള മൃഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സ്വഹാബത്തിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ജീവനില്ലാത്ത വസ്തുക്കൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഭീമാകാരമായ ഉഹദ് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ആ പർവ്വതം വിറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദേ, നീ അടങ്ങിയിരിക്ക്, നിന്റെ മുകളിലുള്ളത് ഒരു പ്രവാചകനും അള്ളാഹുവിന്റെ ദൂതരും 2 ശുഹദാക്കളുമാകണേ എന്ന് ഒരു ഷഹീദും ഒരു സിദ്ദീഖുമാണ്. ഉമറും അബൂബക്കറും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഉഹദ് അടങ്ങിയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരപ്പലകയായിരുന്ന അവിടുത്തെ മിമ്പർ, ഒരു ഈന്തപ്പന തടിയായിരുന്നു അവിടുത്തെ മിമ്പർ. അതിന് മുകളിൽ കയറി നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അലാ അസ്നഉ ലക മിമ്പർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഞങ്ങളൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. നല്ല ഒരു മിമ്പർ സഹാബിമാർ പണിതു കൊടുക്കുകയും ആ മരപ്പലക ഒരു സൈഡിൽ ചാരി വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറിയപ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്. കരഞ്ഞ് മരത്തടി, ഈന്തപ്പനത്തടി പിളർന്നു പോകുമാറ് അത് കരയുന്നത് കേട്ടിട്ട് സഹാബത്ത് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിറങ്ങി ആ മരത്തടിയെ ചേർത്ത് വെക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത കാഴ്ച സഹാബിമാർ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു അക്ബർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നേരം വെളുത്തിട്ട് റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ, അവിടുത്തെ ഓർമ്മിക്കാൻ, അവിടുത്തെ സുന്നത്തിനെ അനുധാവനം ചെയ്യാൻ
നമ്മൾ എത്ര പരിശ്രമമാണ് നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കാത്ത ആരാണ് ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളത്? അല്ലാഹു അക്ബർ. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം? നജാശിയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് മഹാനായ ജഅഫർ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. കുന്നാ അഹ്ലൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലികളായിരുന്നു, വിവരം കെട്ട ആളുകളായിരുന്നു. നഅ്ബുദുൽ അസ്നാം, വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ആരാധനകളും പ്രതീക്ഷകളും അർപ്പിച്ചവരായിരുന്നു ഞങ്ങൾ. അതുപോലെ തന്നെ വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ അയൽവാസികളുമായി മാസങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. ഫബഅസ ഇലൈനാ റസൂലൻ, ഞങ്ങളിലേക്ക് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു. അവിടുന്ന് ഞങ്ങളോട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും കുടുംബ ബന്ധം ചേർക്കാനും അയൽവാസികളോട് ബന്ധം പുതുക്കാനും പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഈ സ്വച്ഛമായ മാർഗത്തിലേക്ക് പ്രവേശിച്ചുവെന്ന് മഹാനായ ജഅഫർ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ച പ്രസംഗം ചരിത്രത്തിലെ അറിയപ്പെട്ട പ്രഭാഷണങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, 23 കൊല്ലം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ഈ പരിവർത്തനം ചരിത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? പിന്നെങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെതിരെ സംസാരിക്കാൻ, അവിടുത്തേക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു മനുഷ്യനെ ഹൃദയത്തിൽ ഒരല്പമെങ്കിലും നന്മയുള്ള ആർക്കാണ് സാധിക്കുക? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഒരാൾക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? അവിടുന്ന് ചെറിയ കുട്ടികളെ പോലും അവിടുത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടാൽ അവിടെ നിൽക്കുകയും അവരോട് പുഞ്ചിരിക്കുകയും സലാം പറയുകയും ചെയ്യുമായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടമായി ഉപയോഗിച്ചിരുന്ന പക്ഷിക്കുഞ്ഞ് മരിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ചേർത്ത് പിടിച്ച് യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച റസൂലുള്ളാഹിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിരുന്ന അഅറാബി, ആരാരും പരിഗണിക്കാത്ത ഒരാളും വിലകൽപ്പിക്കാത്ത ആദിവാസിയായ അഅറാബിയായ ഒരു മനുഷ്യനെ മാർക്കറ്റിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ആ സഹാബി പെട്ടെന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തട്ടിമാറ്റുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ്. മഹാനായ സഹാബി വീണ്ടും പിന്നിലേക്ക് ചേർന്ന് നബിയെ, നിങ്ങൾ എന്നെ പിടിച്ചുകൊള്ളൂ എന്നാവശ്യപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കെട്ടിപ്പിടിക്കുകയും ജനങ്ങളോടായി പറയുകയും ചെയ്തു, ജനങ്ങളെ, ഈ സാഹിറിനെ, ഇദ്ദേഹത്തെ ആർക്കെങ്കിലും വേണോ? ഞാൻ വിൽക്കാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ. ആ സഹാബി പറഞ്ഞു, ഇദൻ സതജിദുക കാസിദ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങനെ വിൽക്കുകയാണ് എങ്കിൽ താങ്കളുടെ കച്ചവടം നഷ്ടമായിരിക്കും, അത്രയും വിലയില്ലാത്തവനാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല കേട്ടോ, അല്ലാഹുവിന്റെ അടുക്കൽ താങ്കൾ ഏറെ മൂല്യമുള്ളവനാണ്. ഇങ്ങനെ ഓരോ പാവപ്പെട്ടവനെയും ഓരോ പണക്കാരനെയും നിങ്ങൾക്കറിയുമോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഭ്രാന്തുള്ള, ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു പെണ്ണ് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ലീ ബിക ഹാജ, എനിക്ക് താങ്കളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. ബുദ്ധിയില്ലാത്ത ഒരു പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി മദീനയുടെ തെരുവോരങ്ങളിൽ ഓരോ ഇടവഴികളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നേരം സഞ്ചരിച്ചു എന്ന് സഹാബത്ത് പറയുകയാണ്. ബുദ്ധിയില്ലാത്തൊരു പെണ്ണ് എന്ന് വിളിച്ചപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു പോവുകയാണ്. ചില പണ്ഡിതന്മാർ പാടിയതുപോലെ, ചില കവികൾ പാടിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ഇല്ല, പറ്റുകയില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുകയില്ല. അവിടുന്ന് ഷഹാദത്ത് ചൊല്ലുമ്പോൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്നതിലുള്ള ലാ ഉണ്ടല്ലോ, ഇല്ല, അതല്ലാതെ ഒരു ഇല്ല റസൂലുള്ള പറഞ്ഞില്ല എന്ന് കവികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് അവിടത്തേക്ക് വന്ന് ആര് എന്ത് വന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു വെക്കുമായിരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, ഒരു അഅറാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലിലുണ്ടായിരുന്ന പരിപരുത്ത തുണി പിടിച്ചു വലിച്ച് അവിടുത്തെ ഷോൾഡറിൽ മുറിവുണ്ടായി. ആ അഅറാബി പറഞ്ഞ വാക്ക്, അല്ലാഹുവിന്റെ സമ്പത്ത് താങ്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് കൊണ്ടുപോവാ എന്നാണ്. അല്ലാഹു അക്ബർ. ഇങ്ങനെയായിരുന്നു അഅറാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, അദ്ദേഹത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ കൊടുത്തയക്കൂ എന്ന്.
അല്ലാഹു അക്ബർ. അദ്ദേഹത്തിന് തടഞ്ഞു വെക്കൂ എന്നല്ല, ആവശ്യമുള്ളത് കൊടുത്തയക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു റസൂലിനെ വെറുക്കാൻ, സ്നേഹമില്ലാതിരിക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? അല്ലാഹു അക്ബർ. 5 നേരം മസ്ജിദുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിലേക്ക് ചേർത്ത്, അല്ലാഹുവിന്റെ ഷഹാദത്തിലേക്ക് ചേർത്ത് ഷഹാദത്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കാതിരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുക? ഈമാനിന്റെ മധുരം ഒരാൾക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരാളുടെ ഖൽബിൽ ഈമാനിന്റെ മധുരം അവന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തേത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി, അല്ലാഹുവും അവന്റെ റസൂലും അവന് ഏറ്റവും പ്രിയങ്കരം ആയിത്തീരുന്നതുവരെ ഒരാൾക്ക് ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്, ആദരിക്കപ്പെടുന്നവൻ എന്നാണ്. സ്തുത്യർഹമായ വസ്തുക്കളെ സ്നേഹിക്കുക എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്. സ്വാഭാവികമായി, പ്രകൃതിപരമായി തന്നെ മുഹമ്മദിനെ, സ്തുത്യർഹനായ റസൂലുള്ളാഹിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലും സാധിക്കുകയില്ല. അതുപോലെ തന്നെ രഹസ്യത്തിലും പരസ്യത്തിലുമായി വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ ഗംഭീരമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്തുകൾ ഓരോന്നായി പിന്തുടരാനും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, റസൂലുള്ളാഹിയുടെ ഭംഗി, അവിടുത്തെ ശാരീരികമായ ഭംഗിയെ കുറിച്ച് ഒരാൾ ആലോചിച്ചാൽ അവിടുത്തെയോട് സ്നേഹം നഷ്ടപ്പെടുമോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാനിതാ ഒരിക്കൽ ഒരു പൂനിലാവുള്ള ഒരു പൗർണമി നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കി. പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രനെയും റസൂലുള്ളാഹിയെയും നോക്കി. അലൈഹി ഹുല്ലത്തുൻ ഹംറാ, അവിടുന്ന് നല്ല ചുവന്ന നിറമുള്ള നല്ല ഒരു വസ്ത്രം, യമനിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം ധരിച്ചിരുന്നു. അങ്ങനെ ഞാൻ മാറി നോക്കിയപ്പോ ഏറ്റവും ഭംഗി അള്ളാഹുവിന്റെ റസൂലിനാണെന്ന് എനിക്ക് കാണാൻ സാധിച്ചു. തീർന്നില്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകരങ്ങളെക്കാൾ മൃദുലമായ ഒരു പട്ടുവസ്ത്രം, ഒരു പട്ടിന്റെ തുണിയോ മറ്റെന്തെങ്കിലുമോ എനിക്ക് തൊടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവിടുത്തെക്കാൾ നല്ല ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ മുമ്പോ ശേഷമോ കണ്ടിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അവിടുത്തെക്കാൾ സുഗന്ധമുള്ള ഒരു മിസ്കോ, ഒരു അംബറോ മണക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ വിയർപ്പ് കണങ്ങൾ ഉതിർന്നു വീഴുമ്പോ അത് മുത്തുകൾ ഉതിർന്നു വീഴുന്നത് പോലെയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നതെന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ശാരീരികമായി അകത്തും പുറത്തും ഭംഗിയുള്ള, അകത്തും പുറത്തും ഏറെ സൗന്ദര്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ, അവിടുത്തോട് ഇഷ്ടമില്ലാതിരിക്കാൻ എങ്ങനെയാണ് ഹൃദയത്തിൽ ഒരല്പമെങ്കിലും നന്മയുടെ കണികയുള്ള ഒരാൾക്ക് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى وصلى اللهم على من لا نبينا المصطفى وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് സാധിക്കില്ല എന്ന് ധാരാളം നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയോട് സ്നേഹമുള്ളവർ എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുസരിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹ്, അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മാർഗമാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്, ഫഖുദൂഹ്, അത് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ തന്നത് നിങ്ങൾ എടുക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് വിരോധിച്ചത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാ നല്ലതും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഹസനായ എല്ലാ നല്ലതും അല്ലാഹുവിന്റെ റസൂലിലുണ്ട്. എല്ലാ നല്ല മാതൃകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വ റസൂലിഹി, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചു. ഫൽയഹ്ദറിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനയോട് ആരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊണ്ടുവന്ന ഈ ആദർശത്തോട് ആരാണോ വിയോജിപ്പ് കാണിക്കുന്നത് അവർ പേടിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വലിയ കുഴപ്പങ്ങൾ ബാധിക്കുന്നതിനെ തൊട്ട് അവർ ഭയക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹമുള്ളവർ അവിടുത്തെ സുന്നത്തിനെ അനുധാവനം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്ത്, സ്വഹാബത്ത് കരഞ്ഞു പോയ വസിയ്യത്ത്, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, നിങ്ങൾ അവിടുത്തെ അവസാനത്തെ ഉപദേശങ്ങളിൽ ഒന്നാണ് ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ഈ ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടപ്പെട്ടതിനെ നിങ്ങൾ പേടിക്കണം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതും ബിദ്അത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിനെ അറിയാത്ത, താബിഉകൾക്ക് അറിയാത്ത, നേരത്തെ ഇമാം മാലിക്കിനെ നമ്മൾ പറഞ്ഞില്ലേ, മുഹമ്മദ് ബിൻ അൽ മുൻകദറിനെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഹസൻ അൽ ബസരിയെ പറഞ്ഞില്ലേ, മഹാനായ അനസ് ബിൻ മാലിക്കിനെ പറഞ്ഞില്ലേ, അബൂബക്കറിനെയും ഉമറിനെയും പറഞ്ഞില്ലേ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരാരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ് എന്ന് പറഞ്ഞ് റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ഒരു ആഘോഷം, ചെറിയ ഒന്ന് എന്തെങ്കിലും നടത്തിയതായി നൂറ്റാണ്ടുകളായി, അതായത് 6-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് ചരിത്രത്തിൽ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ അന്നു മുതൽ നൂറ്റാണ്ടുകളായി അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചോദിക്കുന്ന ചോദ്യമല്ലേ, എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ സ്വഹാബത്തിന്റെ ചര്യയിലോ അയിമ്മത്തിന്റെ മാർഗത്തിലോ എവിടെയെങ്കിലും ഒരു കഷ്ണം നിങ്ങൾ കൊണ്ടുവന്നാൽ ഇതാ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും മുന്നിലുണ്ടാകും. പക്ഷെ അങ്ങനെ ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്തു ചെയ്യാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പുതിയതായി ചെയ്യുന്നത് സ്നേഹത്തിനെതിരാണ്. കാരണം അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് പറയും, അസ്ഹാബി അസ്ഹാബി, എന്റെ അനുചരന്മാർ, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കട്ടെ. പക്ഷെ അത് അവർക്കിടയിൽ മറയിടപ്പെടുകയാണ്. എന്തുകൊണ്ട് മറയിടപ്പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ശേഷം പുതിയതായി എന്തൊക്കെയാണ് അവർ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് ഹൗദിൽ നിന്ന് കുടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനിൽ പുതിയത് വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ എത്ര സുന്നത്തുണ്ട്. ഇന്ന് നമ്മൾ നേരം വെളുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റി, എത്രയോ സുന്നത്തുകൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അതൊക്കെ വിട്ടിട്ട് ഇല്ലാത്ത ഒരു സാധനത്തിന്റെ പിന്നാലെ എന്തിനു നമ്മൾ പോകണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وقنا عذاب النار يا أرحم الراحمين.